തിരുവനന്തപുരത്ത് നിതിൻ രാജിന്റെ വീട്ടിലേക്കാണ്. അവിടെ രമേശ് ചെന്നിത്തല മുതിർന്ന കോൺഗ്രസ് നേതാവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുടുംബത്തെ കാണുകയാണ്, സമാശ്വസിപ്പിക്കുകയാണ്. നിതിൻ രാജ് പഠിച്ച കോളേജിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ അധ്യാപകർക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. നിതിൻ രാജിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുകയാണ്. ഏതായാലും നിതിൻ രാജിന്റെ മരണം ആ കോളേജുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ പുറത്തുവരുന്നതിനും അധ്യാപകർ നിരന്തരമായി നടത്തുന്ന അവഹേളനങ്ങളുടെയും ക്രൂരമായ ഇടപെടലുകളുടെയും ഒക്കെ വിവരങ്ങൾ പുറത്തുവരാനും ഇടവരുത്തിയിരിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ നിതിൻ രാജിന്റെ വസതിയിൽ വീട്ടിലെത്തി അച്ഛനെയും അമ്മയും കാണുകയാണ്, ബന്ധുക്കളെയൊക്കെ കാണുകയാണ്, സംസാരിക്കുകയാണ്. എന്താണ് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്ന കാര്യമൊക്കെ ചർച്ച ചെയ്യും. കോളേജിലേക്ക് KSUവിന്റെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. അവിടെ പോലീസ് അവരെ നേരിട്ടോ പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കാം. ജിബിൻ JB നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ജിബിൻ, കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ കുടുംബത്തെ കാണുന്നുണ്ട്. അദ്ദേഹം എന്താണ് അവരുമായി സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ നിതിൻ പഠിച്ച കോളേജിൽ നിന്നും വരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകൾ അത് വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. എന്താണ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല നെടുമങ്ങാടുള്ള നിതിൻ രാജിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നിതിൻ രാജിന്റെ പിതാവ് രാജനുമായി അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുകയാണ്. കാരണം നമുക്ക് ഈ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാകും. കാരണം സ്വപ്നങ്ങളുമായി ഇവിടെ നിന്ന് ഒരു ഡോക്ടറായി മടങ്ങിയെത്താമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു. ഡോക്ടറുടെ യൂണിഫോം ധരിച്ച് വീട്ടിലേക്ക് എത്തുന്ന മകനെ പ്രതീക്ഷിച്ചിരുന്ന മാതാപിതാക്കൾ കണ്ടത് ഒരു ജീവനറ്റ മൃതശരീരം മാത്രമാണ് അവർക്ക് പിന്നീട് കാണാൻ പറ്റിയത്. ആ കാര്യത്തിലാണ് കുടുംബം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ അത് നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ മാത്രമായിരുന്നു ഒരു അല്പസമയം മുമ്പ് വരെ. പക്ഷേ അല്പസമയം മുമ്പാണ് കോളേജിലെ തന്നെ മറ്റു വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകിയത്. കാരണം ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർ റാം മേധാവി, അതായത് HOD എന്ന് പറയുന്നത്, നിരന്തരം ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികൾക്ക് നേരെ ഉപയോഗിച്ചുകൊണ്ട് മാനസികമായും ശാരീരികമായും കുട്ടികളെ വേട്ടയാടിയിരുന്ന ഒരാളാണ് ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡോക്ടർ റാം എന്നുള്ള കാര്യം കുട്ടികൾ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അല്പസമയം മുമ്പ് രമേശ് ചെന്നിത്തല ഈ വീട്ടിലേക്ക് എത്തുന്നത്. നേരത്തെ കുടുംബം പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഈ മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നതിന് ഏതറ്റം വരെയും പോകും, കുടുംബത്തെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിയമ പോരാട്ടത്തിന് കുടുംബം പോകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അക്കാര്യത്തിൽ കാരണം നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യം കുടുംബത്തിന് അറിയേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എല്ലാവിധ സഹായവും കുടുംബത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയ രമേശ് ചെന്നിത്തല. അദ്ദേഹം ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.